الحمد لله الكريم الشكور شارح الصدور ومدبر الأمور ونشهد أن لا إله إلا الله ونشهد أن نبينا محمد رسول الله اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه ومن اتبع هداه أما بعد فأوصيكم عباد الله ونفسي بتقوى الله قال جل في علاه ومن يتق الله يجعل له من أمره يسرا. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു വാഗ്ദാനമാണ്. ജീവിതത്തിൽ അവനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് തഖ്വയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ കാര്യത്തെ അള്ളാഹു എളുപ്പമാക്കി നൽകും എന്നുള്ള റബ്ബിൻ്റെ വാഗ്ദാനം അള്ളാഹു മുത്തഖീങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സുന്ദരമായ ഈ ഒരു ദിനത്തിന് അള്ളാഹുവിലേക്ക് ഒരുപാട് സ്തുതികൾ അർപ്പിച്ച് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. പരിശുദ്ധമായ ഒരു മാസക്കാലം നമുക്ക് പൂർത്തീകരിച്ച് നൽകുകയും അതിനുശേഷം ഒരു നല്ല സന്തോഷത്തിൻ്റെ ഒരു പെരുന്നാൾ നമുക്ക് നൽകുകയും ആ പെരുന്നാളിൽ അള്ളാഹുവിലേക്ക് ഏറെ വിനീതരായി അവനെ അനുസരിക്കുന്നവരായി കഴിയാൻ അവൻ നമുക്ക് അവസരമൊരുക്കുകയും അള്ളാഹുവിലേക്ക് ഇനിയും സൽക്കർമ്മങ്ങളുമായി ചേക്കേറാനുള്ള ഒരു ഈമാൻ നമ്മുടെ മനസ്സിൽ നിറക്കുകയും ചെയ്ത നാളുകൾക്ക് മരണം വരെ നന്ദി അർപ്പിക്കേണ്ടവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ അള്ളാഹു അവതരിപ്പിച്ച സുന്ദരമായൊരു മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. പക്ഷേ ആ ഖുർആനിലെ ഓരോ വരികളും ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന വാക്കുകളാണ്. ഒരു മാറ്റത്തിരുത്തലുകളുമില്ലാതെ, ഒരു തരത്തിലുള്ള വ്യത്യാസങ്ങളും കടന്നു വരാതെ അള്ളാഹു സംരക്ഷിക്കുന്ന റബ്ബിൻ്റെ സംസാരം. ആ സംസാരങ്ങൾക്ക് വേണ്ടി ഒരുപാട് അവസരങ്ങളെ കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ ഉപയോഗപ്പെടുത്തിയവരാണ് നമ്മളിൽ പലരും. ആ വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളെ സംബന്ധിച്ചും വായിക്കാനും അതിനെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചവരാണ് നമ്മളിൽ പലരും. അതിലെ സുന്ദരമായ 94-ാമത്തെ ഒരു അധ്യായം സൂറത്തു ശർഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരങ്ങളിലെ ഏറ്റവും നല്ല സംസാരങ്ങളിൽ അതിസുന്ദരമായ ഒരു അധ്യായം. പ്രിയപ്പെട്ടവർ, അതിലെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു പള്ളി വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ നമ്മൾ കൊത്തിവരക്കേണ്ടത്. 3 കാര്യങ്ങൾ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത് അവൻ വിശ്വാസികൾക്ക് ആശ്വാസമായി നൽകുന്ന ഒരു വാഗ്ദാനത്തെ സംബന്ധിച്ചാണ്. പിന്നീട് ആ സൂറത്തിൽ 2 ഉപദേശങ്ങൾ പറഞ്ഞ സൂറത്തിനെ അള്ളാഹു ഉപസംഹരിക്കുന്നു. എത്ര സുന്ദരമാണ് അതിലെ ഓരോ വരികളും! ഭാഷാപരമായി ആശയപരമായി വളരെ സമ്പുഷ്ടമായ ഒരു സൂറത്താണ് സൂറത്തു ശർഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് പറയുന്നു, അലം നശ്റഹ് ലക സദ്റക്, നബിയെ, നിനക്ക് നിന്റെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലേ? ഏതൊരാളും ആഗ്രഹിക്കുന്നത് അതാണ്, ഹൃദയ വിശാലത. തുവാ താഴ്വരയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രപഞ്ചത്തിൻ്റെ സട്ടാവായ ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് സംസാരിച്ചപ്പോൾ മൂസാ നബി ആവശ്യപ്പെട്ടത് അതാ, റബ്ബിശ്റഹ് ലി സദ്രി, റബ്ബേ, നീ എനിക്ക് എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണേ എന്നാണ്. വിശാലത ഹൃദയത്തിനുണ്ടാകുമ്പോൾ സഹിക്കാനും ക്ഷമിക്കാനും വിനയം കാണിക്കാനും അള്ളാഹുവിലേക്ക് വിനീതനാകാനും നമ്മുടെ മനസ്സ് പാകപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് റബ്ബ് പറയുന്നു, നിനക്ക് നിന്റെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലേ? എന്നിട്ട് റബ്ബ് പറയുന്നു, വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക, നബിയെ, അങ്ങയുടെ മുതുകിനെ ഞെരുക്കിക്കളഞ്ഞ, അതിനെ ഒടിച്ചു കളയുമാറ് അങ്ങയെ പ്രയാസപ്പെടുത്തിയ, നിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളെ നിന്നിൽ നിന്ന് ഞാൻ എടുത്തു കളഞ്ഞില്ല, ആശ്വാസം തന്നില്ലേ? എന്ന് റബ്ബ് പറയുന്നു, വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ലഹ്റക. പ്രവാചകന്റെ ജീവിതത്തിൽ പ്രബോധന രംഗത്ത് റസൂലുള്ളാഹി അനുഭവിച്ച ത്യാഗങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അനുഭവിച്ച വേദനകൾ, അത് നബി അനുഭവിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ് എന്ന് തിരിച്ചറിവുള്ളവരാണ് നമ്മൾ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകുന്നു. മാത്രവുമല്ല, ആദ്യകാലങ്ങളിൽ മുൻ വേദങ്ങളെ സംബന്ധിച്ച് വിവരമില്ലാത്ത, അറിവില്ലാത്ത, ശരീഅത്തിനെ സംബന്ധിച്ച് മതനിയമങ്ങളെ സംബന്ധിച്ച് ബോധമില്ലാത്ത അവസ്ഥകളിൽ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഘട്ടങ്ങളിൽ അള്ളാഹു ആശ്വാസം പകർന്നതിനെ സംബന്ധിച്ചാണ് റബ്ബിൻ്റെ സംസാരം.
ഫവളഅനാ അൻക വിസറക്, അങ്ങയുടെ മുതുകിനെ നെരുക്കിക്കളഞ്ഞ ഒരു വിസറിനെ, ഭാരത്തെ ഞാൻ എടുത്തു കളഞ്ഞില്ലേ എന്ന റബ്ബിൻ്റെ സംസാരം. ഹൃദയവിശാലതയെ ആഗ്രഹിക്കുന്നവർ, പ്രിയപ്പെട്ടവരെ, ഹൃദയവിശാലതയെ ഏറ്റവും നല്ല നിലക്ക് അതിനെ മേക്കപ്പ് ചെയ്തെടുക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹു തന്നൊരു നിഅമത്താൻ. പക്ഷെ അതെങ്ങനെയാണ് നമ്മൾ അതിനെ പരിപോഷിപ്പിക്കുക? അതിനെ പരിപോഷിപ്പിക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിന്തുടർന്നുകൊണ്ടാണ്. നബി പഠിപ്പിച്ചതുപോലെ ജീവിക്കുക, നബിയുടെ കൽപ്പനക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുക. പരലോക വിശ്വാസവും അറിവും അതുപോലെ തന്നെ അള്ളാഹുവിലുള്ള ദൃഢവിശ്വാസവും നമ്മുടെ മനസ്സുകളിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിനെ പരിപോഷിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല ഔഷധങ്ങളാണ്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നിട്ട് റബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്നു, വറഫഅനാ ലക ദിക്റക, നബിയെ അങ്ങയുടെ കീർത്തിയെ, സൽകീർത്തിയെ നാം അത് വാനോളം ഉയർത്തിയിരിക്കുന്നുവെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകുന്നൊരു സ്ഥാനം മഹാകവികളൊക്കെ പാടി, വളമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യ മഅ ഇസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു. 5 നേരങ്ങളിൽ പള്ളി മിനാരങ്ങളിൽ നിന്നൊരു മുഅദ്ദിന്റെ നാവുകളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഓരോ അശ്ഹദുവിൻ്റെ വരികളിലും അള്ളാഹുവിനോടൊപ്പം നബിയെ നിന്റെ നാമത്തെ നാം ഉയർത്തിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൽകീർത്തിയെ ഉയർത്തിയതിനെ സംബന്ധിച്ച് റബ്ബിൻ്റെ സംസാരമാണ്. അള്ളാഹു നൽകിയ ആദരവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാനുള്ള ഏറ്റവും നല്ല ഒരു മാനസികാവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അതും പറഞ്ഞ് റബ്ബ് പറഞ്ഞ കാര്യം 2 തവണ ആവർത്തിച്ചു. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എന്തൊക്കെ പ്രയാസങ്ങൾ കടന്നു വന്നാലും, എത്ര പ്രയാസങ്ങൾ ഉണ്ടായാലും അതിൻ്റെ ഇരട്ടി ആശ്വാസങ്ങൾ, എളുപ്പങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമെന്നാണ്. ആ ആയത്തിന് ഭാഷാപരമായ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇന്ന തീർച്ചയായും എന്നൊരു അവ്യയം ആ 2 ആയത്തുകളിലും അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു ധരിച്ച് തീർച്ചയാണ്, സംശയം വേണ്ട. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അൽ ഉസ്ർ ഒരു ഉസ്റിനെ പറഞ്ഞപ്പോൾ, പ്രയാസത്തെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ അലിഫ് ലാം ചേർത്തിട്ടാണ് പറഞ്ഞത്. നേരെ മറിച്ച് യുസ്റിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവിടെ അലിഫ് ലാം ഇല്ല. അതിൻ്റെ രഹസ്യമെന്ന് പറയുന്നത് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. ഉസ്ർ അതൊന്നേ ഉള്ളൂ. ഇവിടെ റബ്ബ് സംസാരിച്ചത് അല്ലേ, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. 2 ആയത്തുകളിലും അൽ ഉസ്ർ എന്ന് വന്നു. അതിൻ്റെ ആശയം ഒന്നാണ്. എന്നാൽ യുസ്ർ അത് 2 തവണ ഉപയോഗിക്കപ്പെട്ടപ്പോഴും അവിടെ അലിഫ്ലാമിന് ഉപയോഗിച്ച് അത് നെക്കിറയാൻ, മറ്റത് മാരിഫയാൻ. അഥവാ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉസ്ർ ഉണ്ടാകുമ്പോൾ 2 യുസ്ർ, 2 ആശ്വാസങ്ങൾ അള്ളാഹു വിശ്വാസിക്ക് നൽകുമെന്നാണ്. എന്തെല്ലാം പ്രതിസന്ധികളുണ്ട്, എന്തെല്ലാം പ്രയാസങ്ങളുണ്ട്. പലതിലും റബ്ബിലേക്ക് പരിഭവങ്ങൾ പറഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി കഴിഞ്ഞ രാത്രികളിൽ റബ്ബിനോട് തേടിയവരാ നമ്മൾ. പക്ഷെ ആശ്വാസത്തിൻ്റെ വാക്കാൻ, നമ്മളെ മനസ്സുകളെ കുളിരണിയിക്കുന്ന റബ്ബിൻ്റെ വാക്ക് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അള്ളാഹു എളുപ്പം നൽകട്ടെ. ആ എളുപ്പത്തിന് എന്തു വേണം? വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ഈ ദിവസങ്ങളിൽ നേടിയെടുത്ത തഖ്വയെ മുറുകെ പിടിക്കുക. അങ്ങനെ തഖ്വയുള്ളവനാണോ, അള്ളാഹു അവൻ്റെ കാര്യം എളുപ്പമാക്കി നൽകുമെന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൗഭാഗ്യരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹ അസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശർഹ് എന്ന അധ്യായത്തിലെ വരികളെയാണ് കാതോർത്തത്. അള്ളാഹുവിൻ്റെ അതിസുന്ദരമായ സംസാരങ്ങളിലെ അതിശക്തിമത്തായ ചില വാക്കുകൾ. അത് വിശ്വാസിക്ക് നൽകുന്ന ഊർജം ചെറുതൊന്നുമല്ല. റബ്ബ് സുബ്ഹാനഹു തആല ആ സൂറത്തിന് അവസാനിപ്പിക്കുന്നത് 2 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഫഇദാ ഫറഗ്ത ഫൻസബ്. ജീവിതത്തിൽ നിനക്ക് ഫറാഗ് കിട്ടിയാൽ, അഥവാ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞാൽ മറ്റൊരു കാര്യത്തിലേക്ക് ചേക്കേറുക. ഫൻസബ്, നീ അധ്വാനിക്കുക. ദുനിയാവിൽ കുറേ ജോലിയും പല തൊഴിലുകളുണ്ട്. അല്പസമയം അതിൽ നിന്ന് മാറിയാൽ ആഖിറത്തിന് വേണ്ടിയുള്ള പണിയെടുക്കൽ, ആഖിറത്തിന് വേണ്ടിയുള്ള അധ്വാനങ്ങൾ വിശ്വാസി എന്ന നിലക്ക് നമ്മളിൽ ഉണ്ടാവട്ടെ. ഫൈദാ ഫറഗ്ത, പരിശുദ്ധമായൊരു റമദാൻ കടന്നുപോയി.
ഇനി അടുത്ത റമദാൻ വരട്ടെ എന്നല്ല. നിർബന്ധ ബാധ്യതകൾ തീരുമ്പോൾ ഐച്ഛികമായ കർമ്മങ്ങളിലേക്ക് ഒരു വിശ്വാസി ചേക്കേറും. വാജിബായ കാര്യങ്ങൾ തീരുമ്പോൾ സുന്നത്തായ കാര്യങ്ങളിലേക്ക് അവൻ ചേക്കേറും. ഒരു സത്യവിശ്വാസി എങ്ങനെയാണ്? ഒഴിഞ്ഞിരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ഉണർത്തുന്നത് അതുപോലത്തെ ഉപദേശങ്ങളാണല്ലോ. അമലുകൾ കഴിഞ്ഞാൽ പിന്നെ ഇബാദത്താണ്. ഇവിടെ അമലുകൾ എന്നതുകൊണ്ട് ഉദ്ദേശം ദുനിയാവിൽ കുറേ ഐഹികമായ പല പ്രവർത്തനങ്ങളിൽ നമ്മൾ സജീവരാൻ, ആ സജീവത വേണം. പക്ഷേ ഓരോന്ന് കഴിയുമ്പോഴും ആഖിറത്തിലേക്കുള്ള ഇബാദത്തുകളിൽ നമ്മൾ താല്പര്യവും അതിൽ ഊർജവും അതിൽ ഉന്മേഷവും കാണിക്കണം. അലശരാവാതെ മടിയന്മാരാവാതെ ഏറ്റവും നല്ലൊരു നിലക്ക് ജീവിച്ചു പോകണമെന്നാണ് അള്ളാഹുവിൻ്റെ സംസാരം. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദാനധർമ്മങ്ങൾ ചെയ്യാനുണ്ട്, കുടുംബ ബന്ധങ്ങൾ ചാർത്താനുണ്ട്, അതുപോലെ തന്നെ ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനുണ്ട്, നല്ലത് കേൾക്കുമ്പോൾ അതിനെ മുഴുവൻ വാരിയെടുക്കാനുണ്ട്, അറിവുകൾ നേടിയെടുക്കാനുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖൈറിൻ്റെ ഒരു സീസൺ കഴിഞ്ഞു, നന്മയുടെ. പക്ഷേ ഇനി വരാനിരിക്കുന്നത് ബിറിൻ്റെ സീസണുകളാണ്, പുണ്യങ്ങളുടെ കാലങ്ങളാണ് എന്നുള്ള നിലക്ക് പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസികൾ ജാഗരൂകരായി ഈ ദിവസങ്ങളെ നോക്കിക്കാണണമെന്നാണ്. റമളാനിനെ നമ്മൾ യാത്രയാക്കി. റമളാൻ അതിവേഗതയിൽ കടന്നുപോയി അല്ലെ? വന്നതിനേക്കാളും വേഗതയായിരുന്നു അതിൻ്റെ ഒടുവിലത്തെ നാളുകളും നിമിഷങ്ങളും. എത്ര പെട്ടെന്നാ ഒരു കാലം കഴിഞ്ഞു പോയത് പ്രിയപ്പെട്ടവരെ. റമളാനേ പോയിട്ടുള്ളൂ. പക്ഷെ റമളാനിൽ നമ്മൾ നേടിയെടുത്ത ആരാധനകൾ, നമ്മൾ കൃത്യമായി ക്രമപ്പെടുത്തിയെടുത്ത ഒരു ചിട്ടകൾ, രാത്രി നമസ്കാരങ്ങൾ, നോമ്പുകൾ, ഖുർആൻ പാരായണങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ദിക്റുകൾ, ദാനധർമ്മങ്ങൾ, ഒരുപാട് നന്മകളിൽ നമ്മൾ സജീവരായിരുന്നു ഈ നാളുകൾ അത്രയും. പ്രിയപ്പെട്ടവരെ, മരണം വരെ അതിനെ നെഞ്ചോട് ചേർക്കുക. ഒരു കാലത്ത് മാത്രം അള്ളാഹുവിനെ ആരാധിക്കുന്നവനല്ല, കാലങ്ങളോളം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു റബ്ബാനിയായി തീരുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹുവെ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ഞങ്ങളുടെ പ്രയാസങ്ങളിൽ റബ്ബേ നീ ഞങ്ങൾക്ക് ആശ്വാസങ്ങൾ റബ്ബേ നീ പകരം നൽകണേ. എല്ലാവിധ കെടുതികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവെ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അള്ളാഹുവെ ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ ഖുർആൻ പാരായണങ്ങൾ അള്ളാഹുവെ നീ എല്ലാം നീ സ്വീകരിക്കണമേ റബ്ബേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണേ. അല്ലാഹുമ്മ ജഅൽനാ ബിക മുഅ്മിനീൻ വലക ആബിദീൻ വലിൽഖുർആനി മുതദബ്ബിരീൻ വലിത്തഫാഉലി നാശിരീൻ വബിവാലിദീന ബാരീൻ വർഹംഹും കമാ റബ്ബൗനാ സിഗാറൻ യാ അർഹമർ റഹീമീൻ. اللهم احفظ دولة الإمارات بحفظك واغمرها بفيض نعمك وزدها من واسع فضلك وأدم رخاءها وازدهارها يا رب العالمين. اللهم احفظ شيخ محمد بن زايد رئيس الدولة بحفظك واكلأه بلطفك وأحطه برحمتك واشمله برعايتك وأظله بعنايتك واجعل عمله في طاعتك وأيده بنصرك وهيئ له من أمره رشدا وكن له عونا وسندا وهاديا ومسددا. أنر بصيرته ووفق مسيرته وسدد قوله وفعله وبارك في عمره وعمله واجعله مفتاحا للخير مغلاقا للشر موفقا في كل أمر. اللهم وفقه ونوابه وولي عهده الأمين والشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لما تحبه وترضى. اللهم ارحم الشيخ زايد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك وادخلهم بفضلك فصيح جناتك واشمل شهداء الوطن برحمتك وغفرانك وأجزل لهم ثوابك وأفض عليهم من فيض عطائك وأجزي أهليهم خير ما تجزي الصابرين. عباد الله اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم.